സാർ എന്താണ് മോട്ടിവേഷൻ ഇതിനകത്ത് ഇപ്പോൾ പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആവശ്യത്തിൽ ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് സൈറ്റി ആക്ടായിട്ട് കേസ് അങ്ങനെ 83 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ടും ഇവരെ ക്ലോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് സ്റ്റേഷൻ മനസ്സിലാക്കി. ഇവരെ പറഞ്ഞു പറ്റിയായിരുന്നോ ഈ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പിടിക്കുന്നത്. ആ കേസ് ഏത് കാലഘട്ടത്തിലാണ്? അത് ഈ 2024 തന്നെയുള്ള കേസാണ്. അവർ മേലെ പറയുന്നത് കുറച്ച് കാലമായിട്ട് പ്രതിയെ അറസ്റ്റ് പ്രതി നിരന്തരമായിട്ട് പോലീസിന് പിടികൊടുക്കാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ കാറ് ഒറ്റപ്പാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പാലക്കാട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ധരിച്ചിരുന്ന വസ്ത്രം അവിടുന്ന് മാറുന്നു. നിരന്തരമായിട്ട് വസ്ത്രങ്ങൾ ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഷർട്ടിൻ്റെ കളറും മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാമറയുടെ പോലീസ് മനസ്സിലാക്കാൻ. മാത്രമല്ല നേരത്തെ ഇദ്ദേഹം ഉപയോഗിച്ച് വരുന്ന 4 നമ്പറുകൾ പോലീസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന നമ്പറുകൾ, ഈ നമ്പറുകളെല്ലാം തന്നെ പിടിച്ചെടുക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രമിക്കും. പക്ഷേ ലാസ്റ്റ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ നിരന്തരമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഗൗഡ ചൗഡ എന്ന പേരിൽ ഒരു ദക്ഷിണ കന്നഡയിലെ ഒരാളുടെ പേരിലുള്ള ഒരു സിനിമ ഇദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലായി. ആ സിനിമയെ ഫോളോ ചെയ്തുകൊണ്ടാണ് ബാംഗ്ലൂരിലുണ്ടായിരുന്ന പാർട്ടി 2 പാർട്ടികളായിട്ട് ബാംഗ്ലൂരിൽ തന്നെ നേരത്തെ തമിഴ്നാടും കേരളത്തിലും കർണാടകത്തിലുമായിട്ട് 3 പാർട്ടികളും പ്ലസ് നമ്മുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറുള്ള സൈബർ സെല്ലിൻ്റെ ടീമുമാണ് ഇത് ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ 2 ടീം ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു. ആ ബാംഗ്ലൂരിൽ നിന്നുണ്ടായിരുന്ന ടീമിനെ പിന്നീട് തമിഴ്നാട്ടിലേക്ക് മാറ്റിയിട്ട് അവർ ട്രാക്ക് ചെയ്താണ് ഈ പ്രതിയിലേക്ക്. ഈ ആസൂത്രണത്തിൽ വേറെ ആരെങ്കിലും പങ്കുണ്ടോ? വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? അത് കൂടുതലായിട്ട് നമുക്ക് ചോദ്യം ചെയ്തിട്ട് സമയത്ത് മുതൽ പൂർണ്ണമായിട്ട് നമുക്ക് ചോദ്യം ചെയ്ത് ഇദ്ദേഹം ബസ്സിൽ ഡ്രൈവറായിരുന്നു. ആ സമയത്തുള്ള ഒരു പരിചയമാണ്. നേരത്തെ കുറച്ചു കാലമായിട്ട് ഇവർ ഫാമിലി സുഹൃത്തുക്കളായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങൾ. കൊലപാതകം എങ്ങനെയാണ്? ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈശ്വരപുരത്തിനടുത്തുള്ള ആ ലോഡ്ജിൽ വെച്ചിട്ട് 24-ാം തീയതി രാത്രി അവിടെ റൂം നടത്തി 25-ാം തീയതി ഇവർ ഈ കേസിനെ കുറിച്ചുള്ള സംസാരിച്ചു. ഈ പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാർ പോകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിലൊടുവിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീ കൈകാര്യം ചെയ്തു. പെട്ടെന്ന് സ്ത്രീ ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് നേരത്തെ റേപ്പ് കേസിൽ പ്രതിയായിട്ടുള്ളതിൻ്റെ ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ വീണ്ടും തന്നെ മറ്റൊരു റേപ്പ് കേസിലേക്ക് കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ട് ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായത്തിൽ പിടിക്കുകയും പിന്നീട് കഴുത്തിൽ അവർക്കുകയും കിടപ്പിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ചിട്ടാണ് ശ്വാസം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ശരീരത്തെ നമുക്ക് പോലീസിന് കാണാവുന്ന പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫോറൻസിക് സർജൻ്റെ ഓട്ടോപ്സിയിലാണ് നമുക്ക് കഴുത്തിന് ചുറ്റും അകമ്പാകത്തായിട്ട് വ്യക്തി ഉള്ളിലായിട്ട് പരിക്കുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ തെളിവെടുക്കുന്നുണ്ടോ? തെളിവെടുപ്പ് ഇന്ന് നമുക്ക് കസ്റ്റഡിയിൽ വാങ്ങും. പക്ഷേ ഇന്ന് വാങ്ങില്ല. തെളിവെടുപ്പ് എന്തുണ്ടാവും സാറേ? തെളിവെടുപ്പ് 2 ദിവസം ഞായറാഴ്ച തിങ്കളാഴ്ച കൂടി വെക്കാറുണ്ട്. ശരി.